Welcome back to Velocity Street. നമ്മളെല്ലാവരും ഇപ്പോൾ ലോക്ക്ഡൗണിലാണ്. നിങ്ങളെപ്പോലെ തന്നെ വണ്ടി ഓടിക്കാൻ പറ്റാത്തതിനകത്തിൽ എനിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അടുത്തൊക്കെ ഒന്ന് പോയി നിൽക്കും, അകത്ത് കയറിയിരുന്ന് ഒന്ന് സ്റ്റിയറിംഗിലൊക്കെ തരും, അതൊക്കെയല്ലേ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണയുടെ ലോക്ക്ഡൗൺ സമയത്ത് എങ്ങനെ വണ്ടിയെ കെയർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാലത്തേക്ക് വണ്ടി നിർത്തിയിടാൻ ഒരു പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാര്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു പാർക്കിംഗ് കണ്ടുപിടിക്കുക. ഷെയ്ഡ് ഉണ്ടെങ്കിൽ അത് അടിപൊളി പരിപാടി ആയിരിക്കും. ഷെയ്ഡ് ഇല്ലെങ്കിൽ എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് കവർ ചെയ്തിടുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ, വെയിൽ, പൊടി, ഈ 3 സംഭവങ്ങൾ നമ്മുടെ വണ്ടിയുടെ പെയിന്റിനെ ഭയങ്കര മോശമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റിയ കാര്യമാണ് നല്ലൊരു പാർക്കിംഗ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മൾ വണ്ടി നിർത്തിയിടുമ്പം ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ 2-3 ദിവസം കൂടുമ്പം വണ്ടിയുടെ എഞ്ചിൻ ഒന്ന് ഓണാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എഞ്ചിൻ ഓണാക്കിയിട്ട് റേസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു 5 മിനിറ്റ് ഒന്ന് ഓണാക്കിയിട്ടാൽ മാത്രം മതി. ആ എഞ്ചിൻ ഓണാക്കിയിടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലെല്ലാം ഒന്ന് സർക്കുലേറ്റ് ആവാൻ വേണ്ടിയാണ്. പക്ഷേ എഞ്ചിൻ ഓണാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കാരണമോ തണുപ്പ് കാരണമോ എലിയോ പൂച്ചയൊക്കെ എഞ്ചിൻ്റെ അകത്ത് കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു നല്ല സ്ഥലമാണ്. അപ്പം അതൊന്നും ഇല്ലാന്ന് ആദ്യം നോക്കിയിട്ട് വേണം എഞ്ചിൻ ഓണാക്കാൻ. എഞ്ചിൻ എല്ലാ 2-3 ദിവസം കൂടുമ്പോൾ ഓണാക്കണം എന്ന് പറയുന്നതിന് വേറെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓഫായിരുന്നാലും വണ്ടിയുടെ അലാം സിസ്റ്റവും മറ്റുള്ള കാര്യങ്ങളും ഓണാക്കി വെക്കാൻ വേണ്ടി ബാറ്ററി എപ്പോഴും ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാ 2-3 ദിവസം കൂടുമ്പം എഞ്ചിൻ ഓണാക്കുകയാണെങ്കിൽ ബാറ്ററിയും റീചാർജ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് വണ്ടി എടുക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഫ്ലാറ്റായി കിടക്കില്ല. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടയറുകളാണ്. ടയറുകളിൽ കറക്റ്റ് കാറ്റുണ്ടോ എന്ന് ഉറപ്പാക്കുക. അതുകൂടാതെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും കുറേ നാൾ വണ്ടി എടുക്കാതിരിക്കുക. അപ്പോൾ ടയറുകളിൽ ഫ്ലാറ്റ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു പ്രശ്നം പറ്റാൻ സാധ്യത. നമ്മൾ വണ്ടി കുറേ നാൾ നിർത്തിയിടുമ്പോൾ വണ്ടിയുടെ ഫുൾ വെയിറ്റ് വരുന്നത് 4 ടയറിൻ്റെ ഈ ഭാഗത്താണ്. അപ്പം ടയറിൻ്റെ അകത്ത് പല സ്റ്റീൽ കമ്പികളും വയർ മെഷും. അപ്പം സ്ഥിരമായിട്ടൊരു വെയിറ്റ് ഒരേ സ്ഥലത്ത് തന്നെ വരുമ്പോൾ ആ കമ്പികൾ വളഞ്ഞു പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് സിമ്പിളായിട്ട് ചെയ്യാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഒരു 7-8 ദിവസം കൂടുമ്പോൾ വണ്ടി ഒന്ന് 2-3 ഫീറ്റ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മാറ്റുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടി ഒരു 2 ഫീറ്റ് മുമ്പിലേക്ക് മാറ്റുക, അടുത്ത ആഴ്ച 2 ഫീറ്റ് ബാക്കിലേക്ക് ഇറക്കുക, അത്ര. പിന്നെ നിങ്ങൾ എപ്പോൾ വണ്ടി കുറേ നാളത്തേക്ക് നിർത്തിയിടുന്നുണ്ടെങ്കിലും ഒരിക്കലും ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ചെയ്യരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്കിന്റെ സിസ്റ്റവും ഡിസ്കും തമ്മിൽ ജാം ആവാൻ ചാൻസ് ഉണ്ട്. ചില വണ്ടികൾ നമ്മൾ നിർത്തിയിടുന്ന സമയത്ത് വിൻഡോകളുടെ ഇടയിൽ പൊടി കയറിയിട്ട് ജാം ആവാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റിയ സിമ്പിൾ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് തുറന്നും അടച്ചും ഇറക്കിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതും ഒന്ന് സേവ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാലം വണ്ടി നിർത്തിയിട്ടു, എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും കൊണ്ട് നമ്മൾ വണ്ടി നിർത്തിയിടേണ്ടി വന്നു വിചാരിക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നിട്ട് വണ്ടി യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മെക്കാനിക്കിനെ കാണിക്കുക എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഓവറോൾ ഐഡിയ അവർ നമുക്കൊന്നും തരും. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, എന്തെങ്കിലും ലീക്കേജുകളുണ്ടോ, ഇപ്പോൾ കൂളൻ്റ് ആയാലും ഓയിലായാലും എന്തെങ്കിലും അതിൻ്റെ എഫിഷ്യൻസിക്കൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ള അവർ ഐഡിയ തരും. അതല്ലാതെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇനി വഴി വെച്ച് ബ്രേക്ക് ഡൗൺ ആയിട്ട് ബുദ്ധിമുട്ടുന്നതിനെക്കാട്ടി നല്ലതാണ് നല്ലൊരു മെക്കാനിക്കിനെ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എപ്പോൾ കുറേ നാൾ വണ്ടി നിർത്തിയിരുന്നുണ്ടെങ്കിലും ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം മനസ്സിൽ വെക്കുക, ഇതൊക്കെ ചെയ്യുക. ഇൻ കേസ് എങ്ങനെ നമ്മുടെ കയ്യിലിരിപ്പ് കാരണം പോലീസുകാരെങ്ങനെ വണ്ടി പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല, അടങ്ങി ഒതുങ്ങി വീട്ടിയിരിക്കുക. പിന്നെ അതുകൂടാതെ നമുക്കെല്ലാവർക്കും അറിയാം കൊറോണയുടെ കേസ് എല്ലാം കൂടി വരികയാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കൈ കഴുകുക, മാസ്ക് ഇടുക, പിന്നെ എപ്പോഴും കുറച്ച് ഡിസ്റ്റൻസ് വിട്ട്. അതെ, ബൈ.